പറന്നേ കോടി പറന്നേ കൊട്ടേ സട്ടക്ക് 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 കുഴല് തണ്ടനത്തനം പാടിവാ പണ്ടക്ക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ടിയ പടകേറി വാ അടട മീശ കൗണ്ടരേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അടട മീശ കൗണ്ടരേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം തന്ത്രമാന സംഘകാല തമിഴ് പാടി തേറി തേറി താളം തുള്ളാടി അമ്മാടിയേ പോവും നീ ഹരഹരോഹര പാവച്ചുന്ദരിയേ മുത്താമുന്തിരിയേ പാവച്ചുന്ദരിയേ മുത്താമുന്തിരിയേ തകില് കൊകില് കുരവ കുഴല് തന്തനത്തനം പാടിവാ സട്ടക്ക് പട്ടക്ക് കുഴഞ്ഞ് പട്ടക്ക പഠിച്ച് പാണ്ടിയ പടകേറി വാ സൂര്യനും ചന്ദ്രനും നയവനും കാലം കത്ത് വച്ച രക്ഷകന് സിംഹരകന് ഭയമേ മാറിത്തുണി എണ്ണം വന്നില്ല ഇരുട്ടിൽ സിറ്റി പാടും രാജാവുക്ക് എല്ലാവരും ഇവനെ ഒരു ഫോട്ടോ എടുത്തു. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയത്. അതിനാൽ എല്ലാ
വർദ്ധിക്കുന്നു. ദാരിദ്ര്യത്തിന് ആനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നതാണ് പോയ നൂറ്റാണ്ടുകൾ നമുക്ക് നൽകിയ പാഠം. ജനസംഖ്യ കുറച്ചാൽ ദാരിദ്ര്യവും കുറയ്ക്കണമെന്നുള്ള തിരിച്ചറിവിനെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ജനസംഖ്യയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ലെന്നാണോ പറയുന്നത്? തീർച്ചയായും ജനസംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒരു പ്രദേശത്തെ രാഷ്ട്രമായി കണക്കാക്കപ്പെടണമെങ്കിൽ അതിന് അനിവാര്യമായ ചില ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ജനസംഖ്യ. ഒരു രാജ്യത്തിലെ പ്രകൃതി വിഭവങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് വളർച്ചയുണ്ടാകൂ. ഇക്കാരണത്താലാണ് ചില യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രവാഹത്തെ അനുകൂലമായി കരുതുന്നത്. അവരുടെ രാഷ്ട്ര വളർച്ചയ്ക്ക് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ അവിടെ ഉണ്ടെങ്കിലും മനുഷ്യ വിഭവം അവിടെ കുറവാണ്. ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഉൽപാദനം സാധ്യമാക്കുകയുള്ളൂ, സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ, സാങ്കേതിക വിദ്യയിൽ പുരോഗതി ഉണ്ടാകുകയുള്ളൂ, നികുതി വരുമാനം വർദ്ധിക്കുകയുള്ളൂ, കലാ കായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പുരോഗതി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വർധനവ് രാജ്യത്തിന് ദോഷകരമായി ബാധിക്കുന്നില്ല എന്നാണോ പറയുന്നത്? ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വർധനവ് രാജ്യത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങൾ ചൂഷണത്തിനെതിരാകുന്നു, ആവാസ വ്യവസ്ഥ നാശമാകുന്നു, കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭീകരവാദം എന്നിവയ്ക്ക് കാരണമാകുന്നു, സാംക്രമിക രോഗങ്ങൾ വ്യാപനം രൂക്ഷമാകുന്നു, പരിസ്ഥിതി മലിനീകരണം, ചേരികളുടെ രൂപീകരണം എന്നിവയ്ക്ക് കാരണമാകുന്നു. മനുഷ്യരുടെ പ്രധാന ആവശ്യങ്ങളായ